നമുക്കിന്ന് ഏഷ്യാസ് ലാർജസ്റ്റ് പബ്ബിൽ പോയാലോ? എവിടെയാണ് ഏഷ്യാസ് ലാർജസ്റ്റ് പബ് എന്നല്ലേ? ദേ നമ്മ ബംഗളൂരു. ബംഗളൂർ അറ്റ് എ ടൈം 1800 ആൾക്കാർക്കാണ് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത് കേട്ടോ. 87,000 ആണ് ഇവിടുത്തെ സ്ക്വയർ ഫീറ്റ്. അത് ടോട്ടൽ വിസ്തൃതി എന്ന് പറയുന്നത് 87,000 സ്ക്വയർ ഫീറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഒരു പബ്ബിൽ വരുന്നതിനെക്കാട്ടിലും നമ്മളൊരു ടൂറിസ്റ്റ് ലൊക്കേഷനിൽ പോയൊരു ആംബിയൻസ് ആണ് ഫീൽ ചെയ്യുന്നത് അല്ലേ? ഇവിടെ ആക്ച്വലി നിങ്ങൾ വരുവാണെങ്കിൽ ഒരു ഈവനിങ് ടൈം വരണം കേട്ടോ. അതായത് ഒരു 5 o'clock ഇവിടെ എത്തണം. കാരണം ഇവിടുത്തെ ഡേ ടൈം ആംബിയൻസും അതേപോലെ നൈറ്റ് ടൈം ആംബിയൻസും അടിപൊളിയാണ്. രണ്ടും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ ഇങ്ങോട്ട് മെയിലേക്ക് കയറി വന്നപ്പോഴേ ഇവിടെ ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ബ്രിഡ്ജിലേക്ക് പോകാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഞാൻ ദേ ഇവിടെയാണ് ഇരിക്കാൻ പോകുന്നത് കേട്ടോ. ഇഷ്ടംപോലെ സിറ്റിംഗ് ഏരിയ ഉള്ളതുകൊണ്ട് എവിടെ ഇരിക്കണതാകെ കൺഫ്യൂഷനാണ്. മഴ ഉള്ളത് കൊണ്ട് അകത്ത് സേഫായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. ബംഗളൂരുവിൻ്റെ നൈറ്റ് വിഷ്വൽ ഇതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഡേ ആംബിയൻസും നൈറ്റ് ആംബിയൻസും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. രണ്ടും സൂപ്പർബാണ്. അപ്പോൾ ഞാനിവിടെ വന്നത് ആക്ച്വലി ഒരു 6 o'clock ഇപ്പം ടൈം എന്ന് പറയുന്നത് 8 o'clock ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വന്നപ്പം ആൾക്കാർ അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം കംപ്ലീറ്റ് സീറ്റും ബുക്ക്ഡാണ്. പിന്നെ ഞാനീ വന്നിരിക്കുന്നത് വീക്കെൻഡിലൊന്നുമല്ല, പക്ക വീക്ക് ഡേ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ബംഗളൂരുവിൻ്റെ നൈറ്റ് വിഷ്വൽസ്. അടിപൊളിയാണ് സംഭവം. ഇവിടെ ഒരു സീറ്റ് പോലും ഇപ്പോൾ വേക്കൻ്റ് ഇല്ലാണ്ട് എല്ലാം ഫില്ലാണ് കേട്ടോ. കംപ്ലീറ്റ് ഫില്ലാണ്.